वासुदेवाय ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरों श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല 4-ാമത്തെ അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിലെ 109-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് ചർച്ച ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2 ശ്ലോകമാണ് നോക്കിയത്. ആക്ച്വലി 2 ശ്ലോകത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു വിരഹ അല്ലെങ്കിൽ വിപ്രലംബ ഭാവം അദ്ദേഹം പ്രകടിപ്പിച്ചതും, അതായത് അദ്ദേഹത്തിൻ്റെ അന്ത്യലീലയിൽ ഉള്ള ഭാവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് ചർച്ച ചെയ്തു. അതേപോലെ തന്നെ രാധാറാണിയുടെ അവസ്ഥ എന്തായിരുന്നു? ഉദ്ധവർ വൃന്ദാവനത്തിൽ വന്ന് രാധാറാണിയെ കാണുന്ന സമയത്ത് രാധാറാണിയുടെ അവസ്ഥ എന്തായിരുന്നു? അതേപോലെയൊക്കെയായിരുന്നു മഹാപ്രഭു, ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അവസ്ഥയും. അതായത് വിരഹവേദന കൊണ്ട് അവരുടെ അവസ്ഥ, അതായത് മത്ത ഇവിടെ പറയുന്നുണ്ട്. അതായത് സേ ഭാവേ മത്ത പ്രഭു, അതായത് മത്ത് പിടിച്ച പോലെ അങ്ങനെയുള്ളൊരു അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ മഹാപ്രഭുവും അദ്ദേഹത്തിൻ്റെ ലീലയിലും നമ്മൾ കാണുന്നുണ്ട്. അതാണ് പറഞ്ഞത്. 109 നോക്കാം. രാത്രേ പ്രലാപകരേ സ്വരൂപേര രാത്രേ പ്രലാപകരേ സ്വരൂപേര കണ്ഠധാരി ആവേശേ അപാന ഭാവ കഹയേ ഉദ്ഹാടി. രാത്രേ പ്രലാപകരേ സ്വരൂപേര കണ്ഠധാരി ആവേശേ അപാന ഭാവ കഹയേ ഉദ്ഹാടി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. രാത്രേ പ്രലാപകരേ സ്വരൂപേര കണ്ഠധരി ആവേശേ ആപന ഭാവ കഹയേ ഉദ്ഘാടി. വർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. രാത്രിയിൽ അവിടുന്ന് ദുഃഖത്തോടെ സ്വരൂപ ദാമോദരന്റെ കണ്ടത്തിൽ കൈചുറ്റി പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു. ആനന്ദമൂർച്ചയിൽ ഹൃദയം തുറന്നു പറഞ്ഞു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ വലത് ഭാഗത്ത് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും കൂടെ അതേപോലെ തന്നെ ഇപ്പുറത്ത് ശീല രാമാനന്ദറായി, ഇവർ രണ്ടുപേര് ലളിത സഖിയും വിശാഖ സഖിയും ശ്രീമതി രാധാറാണിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള പോലെ തന്നെയായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിൽ ഇരിക്കുന്ന സമയമാണ്. കാര്യം മഹാപ്രഭുവിൻ്റെ അന്ത്യലീല പൂർണ്ണമായിട്ടും രാധാഭാവമാണ്. ആ രാധാറാണിയുടെ ഹൃദയത്തിലുണ്ടാവുന്ന ആ കാര്യങ്ങളൊക്കെ, ആ ഭാവങ്ങളൊക്കെ ആയിരുന്നു മഹാപ്രഭു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കൃഷ്ണനാണ് അദ്ദേഹം, അല്ലേ? നമുക്കറിയാം മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം അല്ലെങ്കിൽ ഭാവം രാധയുടെയാണ്. അപ്പോൾ ആ രാധാറാണിക്ക് ഭഗവാനോടുള്ള സ്നേഹവും അതേപോലെ തന്നെ വിരഹവുമൊക്കെ എങ്ങനെയാണോ രാധാറാണി അനുഭവിക്കുന്നത്, അത് തന്നെ ഇവിടെ മഹാപ്രഭു, അതായത് മഹാപ്രഭു കൃഷ്ണൻ അത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. വിപ്രലംബ ഭാവത്തെക്കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള അതേപോലെ ആ വിരഹത്തിലുണ്ടാവുന്ന ആ ഒരു ആനന്ദവും എല്ലാം മഹാപ്രഭു അനുഭവിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ലീലയിലൂടെ. അപ്പോൾ ഇവിടെ പറയുന്നു, രാത്രി സമയങ്ങളിലൊക്കെ ചിലപ്പോൾ സ്വരൂപ് ദാമോദർ പ്രഭുവിൻ്റെ അതായത് ദേഷ്യം വന്ന് സ്വരൂപ് ദാമോദർ പ്രഭുവിൻ്റെ കണ്ഠത്തിൽ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ അദ്ദേഹം കഴുത്തിലൊക്കെ പിടിച്ചിട്ട് എനിക്ക്, അതായത് അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ഒരു ഉന്മാദത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു എസ്റ്റസി കാരണം അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ പലപ്പോഴും ഈ സ്വരൂപ് ദാമോദർ പ്രഭുവിനൊക്കെ കെട്ടിപ്പിടിച്ച് പറയും, ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും, എവിടെ കൃഷ്ണൻ, എവിടെ എൻ്റെ കൃഷ്ണൻ, എവിടെ എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അദ്ദേഹം ആ റൂമിൽ നടക്കുമായിരുന്നു. ചില സമയത്ത് പോയി ഭിത്തിയിൽ പോയിട്ട് അദ്ദേഹം മുഖമെല്ലാം ഉരയ്ക്കും. ഇതൊക്കെ സ്വരൂപ് ദാമോദർ പ്രഭു രാമാനന്ദറായും കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു കാര്യം. മഹാപ്രഭുവിൻ്റെ ഒരു അവസ്ഥ വിരഹവേദനയിലായിരുന്നു. ഭഗവാൻ കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന രാധയുടെ വിരഹമായിരുന്നു മഹാപ്രഭു അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് കണ്ടിട്ടുണ്ട് ശില സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും ശില രാമാനന്ദറായും. അതുകൊണ്ട് നമുക്കറിയാം ചൈതന്യ ചരിതാമൃതത്തിലെ അന്ത്യലീലയും അല്ലെങ്കിൽ മിക്കവാറുമുള്ള ആ മഹാപ്രഭുവിൻ്റെ എവിടെയുള്ള ലീല, ജഗന്നാഥപുരിയിൽ ഉള്ള ലീല മുഴുവനും സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ഡയറിയിൽ നിന്നുള്ളതാണ്, അല്ലേ? ആ ഡയറിയാണ് പിന്നീട് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് കൊടുക്കുന്നതും. ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി അതനുസരിച്ചിട്ട് രാധാകൊണ്ടിലിരുന്ന് ചൈതന്യ ലീല പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി അത് എഴുതിയെടുക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്? ശ്രീല സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ഡയറിയാണ്. ആ ശ്രീല സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ഡയറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓരോ ദിവസവും നടക്കുന്നത്, ഓരോ ദിവസത്തിൽ ഓരോ സമയത്ത് നടക്കുന്നത് അദ്ദേഹം കുറിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം. മഹാപ്രഭുവിൻ്റെ ആ ഈ പറഞ്ഞ അന്ത്യലീലയിലുള്ള, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലീലകളാണ് ഇതെല്ലാം. അതീന്ദ്രിയമായിട്ടുള്ളതാണ്, അചിന്ത്യമാണ് ഇതെല്ലാം. നമ്മുടെ കഴിവിന് അല്ലെങ്കിൽ നമുക്ക് ഇത് ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനോ ഒരു യോഗ്യതയുമില്ല ശരിക്കും. എന്നാലും ഭഗവാന്റെ സന്തോഷത്തിനും നമ്മുടെ ഗുരുജനങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി നമ്മൾ അതിന് ശ്രമിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ആ മഹാപ്രഭുവിൻ്റെ ഭാവത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മഹാപ്രഭു അപ്പോൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയൊന്നും നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ സാധിക്കില്ല. ഓക്കെ, 110. യബേ ഭാവ ഉഠേ പ്രഭുര അന്തര സേഗീതി ശ്ലോകേ സുഖ ദേന ദാമോദര. യെസ്. ഹരേ കൃഷ്ണ. വായിക്കൂ. ഭാവ ഉഠേ പ്രഭുര അന്ധര സേയി ഗീതി ശ്ലോകേ സുഖ ദേനെ ദാമോദര. വിവർത്തനം പ്രഭുപാദന്റേതാണ്. എപ്പോഴെങ്കിലും ഒരു പ്രത്യേക വികാരം അവിടുത്തെ ഹൃദയത്തിൽ ഉണരുമ്പോൾ സ്വരൂപ് ദാമോദരൻ ഗാനങ്ങൾ ആലപിച്ചും അല്ലെങ്കിൽ അതേ സ്വഭാവത്തിലുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തും അവിടുത്തെ സംതൃപ്തനാക്കി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട വ്യക്തികളാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും
അതേപോലെ തന്നെ ശീല രാമാനന്ദറായും. അതായത് മഹാപ്രഭുവിൻ്റെ ഭാവം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന വികാരങ്ങൾ അനുസരിച്ച് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കീർത്തനങ്ങൾ ചൊല്ലുമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള, ആ ഭാവത്തിന് അനുയോജ്യമായിട്ടുള്ളത്. അതേപോലെ ശാസ്ത്രങ്ങളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളും പല പല ശാസ്ത്രങ്ങളിലും പല പല പുസ്തകങ്ങളിൽ നിന്നും, വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരുടെ പുസ്തകങ്ങളിൽ നിന്നും അവർ എഴുതിയിട്ടുള്ള ഗാനങ്ങളും ഒക്കെ അവർ പാടിക്കൊടുക്കുമായിരുന്നു. മഹാപ്രഭുവിൻ്റെ ആ മൂഡിനെ, ആ ഭാവത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. അതാണ് പറയുന്നത്, മഹാപ്രഭുവിനെ സപ്പോർട്ട്. അപ്പോൾ മഹാപ്രഭു ഓൾറെഡി ഉന്മാദത്തിലാണ്, ഓൾറെഡി അദ്ദേഹം ഒരു ഭാവത്തിലാണ്. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവം ഡബിൾ ആവും. അങ്ങനെ കാര്യം അതായത് ഭഗവാന്റെ സേവകൻ്റെ ഡ്യൂട്ടി എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും എന്താണ് നമ്മുടെ അഭിലാഷം? ഭഗവാനെ സേവിക്കുക എന്നുള്ളത് അല്ലേ. ഭഗവാൻ എന്താണോ സന്തോഷം, എന്താണോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ മഹാപ്രഭു അല്ലെങ്കിൽ കൃഷ്ണൻ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭുവായിട്ട് ചൈതന്യ ലീല തന്നെ എടുത്ത് അദ്ദേഹം വീണ്ടും കലിയുഗത്തിൽ, അല്ലെങ്കിൽ ദ്വാപരയുഗത്തിൽ അദ്ദേഹം തിരിച്ചു പോയിട്ടും വീണ്ടും കലിയുഗത്തിൽ അദ്ദേഹം വരുന്നത്, മഹാപ്രഭുവായി വരുന്നത് ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സഹായിച്ചില്ലെങ്കിലോ ശരിയാവോ? ഇല്ല. അപ്പോൾ കൃഷ്ണൻ രാധയുടെ ഭാവത്തിൽ വന്നതായതുകൊണ്ട് രാധയുടെ ഭാവം ശരിക്കും മനസ്സിലാവുന്ന ലളിത സഖിക്കും വിശാഖ സഖിക്കും മഞ്ജരിമാർക്കുമാണ്. വേറെ ആർക്ക് മനസ്സിലാവാനാണ്? വേറെ ആർക്കാണ് അത്രയും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക? കാര്യം സദാസമയം അവരുടെ കൂടെ ഉള്ളതാണ്, രാധാറാണിയുടെ കൂടെ തന്നെ ഉള്ളതാണ് മഞ്ജരിമാരും സഖിമാരും അല്ലേ. അപ്പോൾ അവർക്ക് അറിയാം രാധാറാണിയുടെ ഉള്ളിൽ നടക്കുന്ന ഭാവങ്ങളെക്കുറിച്ചും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും ശീല രാമാനന്ദറായും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള പല പല വൈഷ്ണവ ഗീതങ്ങളും ഒക്കെ പാടിക്കൊടുക്കുന്നു. അതിന് അനുയോജ്യമായിട്ടുള്ളതും അതേപോലെ തന്നെ പല കീർത്തനങ്ങളും പല ശ്ലോകങ്ങളും ചൊല്ലും. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ഉന്മാദത്തിൻ്റെ ആ ഒരു ലെവല് ഒന്നും കൂടെ കൂടും. അടുത്ത ശ്ലോകം, എബേ കാര്യ നാഹി കിച്ചു ഏ സബ വിചാര ആകെ ഇഹ വിവരിബ കരിയ വിസ്താരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എബേ കാര്യ നാഹി കിച്ചു ഏ സബ വിചാരേ ആകെ ഇഹ വിവരിബ കരിയ വിസ്താരേ. വിവർത്തനം ശ്രീലപ്രഭാതിക്ക് ജയ. ഈ ലീലകൾ ഇപ്പോൾ വിശകലനം ചെയ്യേണ്ടതില്ല, അവ ഞാൻ പിന്നീട് വിശദമായി വിവരിക്കാം. ഹരേ കൃഷ്ണ. പ്രഭു നാമം. ഹരേ കൃഷ്ണ. സോ ഇവിടെ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഈ അന്ത്യലീലയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ആദിലീലയിൽ പറയേണ്ട ആവശ്യമില്ല, ഞാനിത് വിശദമായിട്ട് പിന്നീട് എഴുതാം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഞാനിത് വിവരിക്കുന്നുണ്ട് എന്തായാലും. നമ്മൾ ആദിലീലയിലെ 4ാമത്തെ ചാപ്റ്ററിൽ എത്തിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ എല്ലാം അദ്ദേഹം പറയുന്നില്ല, അന്ത്യലീലയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം നമ്മൾ കാണും. ഓക്കെ, അപ്പോൾ അതാണ് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. പൂർവേ വ്രജേ കൃഷ്ണേര ത്രിവിധ വയോധർമ്മ കൗമാര പൗഗണ്ഡ ആര കൈശോര അതിമർമ്മ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വ്രജേ കൃഷ്ണേര ത്രിവിധ വയോധർമ്മ കൗമാര പൗഗണ്ഡ ആര കൈശോര അതിമർമ്മ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. മുമ്പ് വൃജത്തിൽ കൃഷ്ണൻ അവിടുത്തെ പ്രായത്തിന്റെ 3 ഘട്ടങ്ങൾ ബാല്യം, കൗമാരം, കൈശോരം എന്നിവ പ്രദർശിപ്പിക്കുകയുണ്ടായി. അവിടുത്തെ കൈശോരം പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. സോ ഇവിടെ പറയുന്നു, വൃന്ദാവനത്തിലെ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പല സമയത്ത് അല്ലെങ്കിൽ പല പ്രായത്തിലുള്ള ലീലകളുണ്ട് അല്ലേ. കുട്ടിക്കാലത്ത് ബാല്യലീലകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള ലീലകൾ യശോദമയി ആയിട്ടുള്ളതും ശകടാശ്വരനും ദാമോദര ലീലയൊക്കെ നടക്കുന്നത് അപ്പോഴാണ്. കുട്ടിക്കാലത്തെ ലീലകളാണ് കൗമാരപ്രായത്തിലെ. പിന്നെ വരുന്നു അതിനുശേഷം അടുത്ത പൗഗണ്ഡ പ്രായം എന്ന് പറയുമ്പോൾ ഒരു ബാലനായിട്ടുള്ള സമയം. ആ സമയത്ത് അദ്ദേഹം ഗോക്കളെ മേയ്ക്കുന്നതും
ഓക്കെ, അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള ലീലകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? എല്ലാ ലീലകളും, അതായത് ഒരുപാട് അസുരന്മാരെ വധിക്കുന്നുണ്ട്, അവർ ഗോക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോകുന്നു, അപ്പോൾ കാട്ടിൽ നടക്കുന്ന പല പല ലീലകളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ കൗമാരം, പൗഗണ്ഡം, പിന്നെ കൈശോര. കൈശോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നു 5 വയസ്സ് വരെ കൗമാരം, അതിനുശേഷം 5 മുതൽ 10 വരെ പൗഗണ്ഡം, 10 മുതൽ 15 വരെ കൈശോരം. അപ്പോൾ കൈശോര ലീലയിലാണ് ലീല വളരെ സ്പെഷ്യലാണെന്നാണ് ഇവിടെ ശിലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്. കാര്യം കൈശോര ലീലയിലാണ് അദ്ദേഹത്തിൻ്റെ ഗോപികമാരായിട്ടുള്ള ലീലകളും രാധാറാണിയുമായിട്ടുള്ളതുമൊക്കെ, അതൊക്കെ ആ ലീലകളൊക്കെ വരുന്നത് കൈശോരത്തിലാണ്. അപ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വാത്സല്യ ആവേശേ കൈല കൗമാര സഫല പൗഗണ്ഡ സഫല കൈല ലായ സഖവല. യെസ്, ഹരേ കൃഷ്ണ പ്രഭു. വാത്സല്യ ആവേശേ കൈല കൗമാര സഫല പൗഗണ്ഡ സഫല കൈല ലയന സഖാവല. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വാത്സല്യ പ്രേമം കൃഷ്ണന്റെ ശൈശവത്തെ സഫലമാക്കി, ബാല്യം സഖാക്കൾക്കൊപ്പം സഫലമായി. ഹരേ കൃഷ്ണ. വാത്സല്യരസം, വാത്സല്യ പ്രേമം അദ്ദേഹം കുട്ടിക്കാലത്ത് യശോദാമ്മയും നന്ദമഹാരാജുമുള്ള ആ ലീലകളിലൊക്കെ അദ്ദേഹത്തിന് അതിൽ സാറ്റിസ്ഫൈഡ് ആയ അദ്ദേഹത്തിന് ഒരുപാട് ആനന്ദം കിട്ടിയതിൽ. അതിനുശേഷം പൗഗണ്ഡ ലീലകളും കൂട്ടുകാരുമായിട്ട് അദ്ദേഹം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ആനന്ദവും അദ്ദേഹം അനുഭവിച്ചു. അതാണ് പറയുന്നത്. അപ്പോൾ വാത്സല്യലീലയും പൗഗണ്ഡലീലയിലും അദ്ദേഹം ആനന്ദം അനുഭവിച്ചു. ഇനി അതിനുശേഷം വരുന്ന കൈശോര ലീലയുടെ കാര്യം ഇനി പറയുന്നു. രാധികാദിലായ കൈല രാസാദി വിലാസ വാഞ്ചഭാരി ആസ്വാദില രസേര നിര്യാസ. ഹരേ കൃഷ്ണ. രാധികാദിലന കൈല രാസാദി വിലാസ വാഞ്ചഭാരി ആസ്വാദില രസേര നിര്യാസ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കൗമാരത്തിൽ അവിടുന്ന് രാസനൃത്തം പോലെയുള്ള ലീലകൾ ശ്രീമതി രാധയോടും മറ്റ് ഗോപികമാരോടുമൊത്ത് ആസ്വദിച്ചു. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ പറയുന്നു അദ്ദേഹം രാസലീല പോലുള്ള ലീലകളൊക്കെ അദ്ദേഹം ശ്രീമതി രാധാറാണിയും ഗോപികമാരുമായിട്ടുള്ള ലീലകളൊക്കെ അദ്ദേഹം അതിനുശേഷം ആസ്വദിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കൗമാരത്തിലുള്ളത്, അതിനുശേഷം കുറച്ചും കൂടെ വലുതായിട്ടുള്ളത്, പിന്നെ കുറച്ചും കൂടെ വലുതായിട്ടുള്ള ആ ഒരു സമയത്തുള്ള ലീലകൾ. കൈശോരവായ സേ കാമ ജഗത് സകല രാസാദി ലീലായ തീന കരീല സഫല. അപ്പോൾ കൈശോര ലീലയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, പറയൂ, അല്ല വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. കൈശോരവയസേ കാമ ജഗത് സകല രാസാദി ലീലായ തീന കരീല സഫല. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. കൈശോരത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നുടെ 3 പ്രായദശകങ്ങൾക്കും കൂടാതെ സമസ്ത പ്രപഞ്ചത്തിനും തന്നെ രാസനൃത്തം പോലുള്ള പ്രണയലീലകളാൽ സാഫല്യം നൽകി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ പറയുന്നു ആ കൈശോര സമയത്ത് അദ്ദേഹത്തിൻ്റെ ലീലകളെക്കുറിച്ച് അവിടെ പറയുന്നു. അതായത് രാസലീലയും അങ്ങനെയുള്ള വളരെ വളരെ ഉന്നത തലത്തിലുള്ള പല ലീലകളും ഭഗവാൻ കൃഷ്ണൻ ആ പ്രായത്തിൽ, കൈശോര പ്രായത്തിൽ അദ്ദേഹം ലീലകൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകം. സോപി കൈശോര കാവയോ മാനയൻ മധുസൂദന രേമേ സ്ത്രീരത്നകുടസ്ഥ ക്ഷപാസു ശപിതാതിത. ഓക്കെ, വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. സോപി കൈശോര കവയോ മാനയൻ മധുസൂദനഃ രേമേ സ്ത്രീരത്നകൂടസ്ഥാക്ഷപാസു ക്ഷപിതാഹിതഃ. ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്.
ഭഗവാൻ മധുസൂദനൻ തന്റെ കൈശോര ലീലകൾ ശരത്കാല രാത്രികളിൽ രത്നതുല്യമായ ഗോപികമാരുടെ മധ്യത്തിൽ ആസ്വദിച്ചു. ഇപ്രകാരം അവിടുന്ന് ലോകത്തിന്റെ എല്ലാ ദൗർഭാഗ്യങ്ങളും അകറ്റി. ഭാവാർത്ഥം: വിഷ്ണു പുരാണത്തിൽ 5:13-60 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ. ഓക്കെ, ഇപ്പോൾ വിഷ്ണു പുരാണത്തിൽ നിന്നുള്ളൊരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. മധുസൂദനൻ, ഭഗകൃഷ്ണൻ മധുസൂദനൻ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈശോര സമയത്ത് ഒരുപാട് വളരെ സ്പെഷ്യലായിട്ടുള്ള ലീലകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ വരുന്നു രാസലീലയെ പോലുള്ള ലീലകൾ. അപ്പോൾ നോക്കൂ, ഇത് വിഷ്ണു പുരാണത്തിൽ നിന്നുള്ളൊരു കോട്ടാണ്. ഓക്കെ, അങ്ങനെ പല പുരാണങ്ങളിൽ നിന്നുമുള്ള ശ്ലോകങ്ങൾ ഇവിടെ ശില കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൈശോര ലീല വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, സ്പെഷ്യലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം പല പുരാണങ്ങളിൽ നിന്നും പല ശാസ്ത്രങ്ങളിൽ നിന്നുമുള്ള ശ്ലോകങ്ങൾ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം എഴുതുന്നത്. ആ പ്രായത്തിലുള്ള ലീലകളെ വർണ്ണിക്കുമ്പോൾ സ്തുതിക്കുന്നത് പല സ്ഥലങ്ങളിലുണ്ട്. അതെല്ലാം അദ്ദേഹം ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ശ്ലോകം 117. വാചാ വാചാ ശുചിതാ സർവാരിരതികലാ പ്രാഗൽഭയാരാധികാം വ്രീഡാകുഞ്ചിതലോചനാം വിരചയൻ അഗ്രേ സഖീനാമസോ തദ്വക്ഷോരുഹ ചിത്രകേളിമകരീ പണ്ഡിതിയാ പാരം ഗതഃ കൈശോരം സഫലീകരോതി കലയൻ കുഞ്ചേ വിഹാരം ഹരി. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. വാചാ സൂചിത ശർവരി രതികലാ പ്രാഗൽഭയാരാധികാം വ്രീഡാ കുഞ്ചിതലോചനാം വിരചയൻ അഗ്രേ സഖീനാമസൗ തദ്വക്ഷോരുഹ ചിത്രകേളി മകരി പാണ്ഡത്യ പാരംഗതഃ കൈശോരം സഫലീകരോതി കലയൻ കുഞ്ചേ വിഹാരം ഹരിഹി. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. തന്റെ സഖിമാരുടെ മുന്നിൽ വെച്ച് കഴിഞ്ഞ രാത്രിയിലെ അവരുടെ കാമാസക്തമായ ലീലകളെക്കുറിച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കേട്ട് ശ്രീമതി രാധാറാണി ലജ്ജാവതിയായി മിഴികളടച്ചു. പിന്നീട് ചതുരനായ കൃഷ്ണൻ അവളുടെ മാറിടങ്ങളിൽ മകരമത്സ്യത്തിന്റെ കേളി ചിത്രങ്ങൾ വരച്ചു. ഇപ്രകാരം ഭഗവാൻ ഹരി ശ്രീ രാധയോടും അവളുടെ സഖിമാരോടുമൊത്ത് അവിടുത്തെ കൈശോര ലീലകൾ സബലീകരിച്ചു. ഭാവാർത്ഥം: ശ്രീല രൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോ ഇവിടെ ശിലരൂപ ഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ളൊരു ശ്ലോകം ഇവിടെ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും കൈശോര ലീലയെക്കുറിച്ച് പറയുന്നൊരു ശ്ലോകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് ഒരു തരത്തിലും ഭൗതികമായിട്ടുള്ള ഒരു കണക്ഷനുമില്ല. ഇവിടെ ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും തമ്മിലുള്ള ലീലകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ ഭൗതികമായിട്ടുള്ള ഒരു കൺസെപ്റ്റേ ഇല്ല. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഇവിടെ നമ്മുടെ ലോകത്ത് നടക്കുന്ന ലീലകളെ പോലെയല്ല. സോ ഒരു കമ്പാരിസണും ഇല്ല ഇവിടെ, അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു റിലേഷൻ ഇല്ല. സോ ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ചിത്രം ഇവിടെ നടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ലീലകൾ പോലെ ലീലയല്ല, അപ്പോൾ ബന്ധം പോലെ ഉള്ളതാണ് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ അടച്ചു വയ്ക്കുക. അതായത് നമുക്ക് ഇത് വായിക്കുവാനും ഇത് കേൾക്കുവാനുമുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ആചാര്യന്മാർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, ദശമസ്കന്ധം വായിക്കുന്നതിനേക്കാൾ മുമ്പ് ആദ്യത്തെ 9 സ്കന്ധം ഭാഗവതം വായിക്കണം. വായിച്ച് പഠിച്ചതിന് ശേഷം മനസ്സിലാക്കി അതിന് നമ്മുടെ മെച്യൂരിറ്റി വന്നതിന് ശേഷം മാത്രമേ ദശമസ്കന്ധം വായിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. പ്രത്യേകിച്ചും ദശമസ്കന്ധത്തിലെ രാസലീലയും അങ്ങനെ ഒരുപാട് ലീലകൾ അതിൽ പറയുന്ന
രാസപഞ്ചാധ്യായ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനുണ്ട്. അവിടെ രാസലീലയും മറ്റുള്ള ഇങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള ലീലകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നൊരു സെക്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഹൈ ലെവലാണ്. നമുക്കത് വേണ്ടതായിട്ടുള്ള മെച്യൂരിറ്റി ഇല്ലെങ്കിൽ അത് വായിക്കുവാൻ നമുക്ക് യോഗ്യതയില്ല. കാരണം നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്നത് ഇവിടെ നടക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു റിലേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോഴും ഇവിടുത്തെ ഈ ഒരു ബോധത്തിലാണ്. സോ ഒരു യോഗ്യതയുമില്ല നമുക്ക് അത് വായിക്കുവാൻ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ബിക്കോസ് അത് നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളത്, നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ പ്രതിപാദിക്കുന്നത് ഒരു കാരണവശാലും ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയും പുരുഷനും ചെയ്യുന്ന പോലെ ഉള്ളതായിട്ട് ഉള്ളൊരു കമ്പാരിസൺ ഒരിക്കലും ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ അത് അപരാധമാണ്. ഒരു ബന്ധവുമില്ല. കാര്യം അവിടെ ഭൗതികമായിട്ടുള്ള ഒരു ശരീരമല്ല ഉള്ളത്, പിന്നെ ഭൗതികമായിട്ടുള്ള രീതിയിലുള്ള നമ്മളെപ്പോലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തകളല്ല അവിടെയുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഭാവങ്ങൾ എന്ന് ഞാൻ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ, അവിടെ നടക്കുന്നതിൻ്റെ നേരെ തലതിരിഞ്ഞിട്ടുള്ള ഒരു പ്രതിഫലനം പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നതിനെ നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേപോലെയാണെന്ന് വിചാരിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. അതാണ് പറയുന്നത്. അവിടുത്തെ നേരെ തലതിരിഞ്ഞിട്ടുള്ള പ്രതിഫലനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെയും അവിടത്തെയും തമ്മിൽ നേരെ ഓപ്പോസിറ്റാണ് അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലാതെ ഇത് വായിച്ചു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് ധരിക്കും, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വരും. അപ്പോൾ അപരാധങ്ങളിലേക്ക് കലാശിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ശില രൂപഗോസ്വാമിയെ പോലെ ഉള്ള വിരക്ത ചൂടാമണിയാണ്. ത്യക്ത്വാ തൂർണമശേഷമണ്ഡലപതി ശ്രേണിം സദാ തുച്ഛവാത്. എല്ലാ ഗോസ്വാമിമാരും എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിട്ടുള്ളവരാണ്. അവർക്ക് വേറെ ഒന്നുമില്ല. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോലും അവർക്ക് താമസിക്കാൻ ഒരു കുടിൽ പോലും ഉണ്ടായിരുന്നില്ല വൃന്ദാവനത്തിൽ. ഓരോ മരത്തിൻ്റെ ചുവട്ടിലായിരുന്നു ഓരോ ദിവസം നിൽക്കുന്നുണ്ടായിരുന്നത്, താമസിക്കുന്നത്, കിടക്കുന്നത്, രാത്രി കുറച്ച് റെസ്റ്റ് ചെയ്യുന്നത്. അത് 1 മണിക്കൂർ 1.5 മണിക്കൂർ മാത്രം. ആ റെസ്റ്റ് ചെയ്യുന്ന മരം പോലും ഒരു ദിവസത്തിനും കൂടുതൽ ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കില്ല. കാര്യം മരവുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വരരുത് എന്ന് പറഞ്ഞിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയുള്ള വിരക്ത ചൂടാമണികളാണ്. എല്ലാവിധ മണ്ഡലപതികളായിട്ടുണ്ടായിരുന്നുള്ള ആളുകൾ എല്ലാം ഉപേക്ഷിച്ച് വന്നവരാണ്. അങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ എഴുതുമ്പോൾ അത് നമുക്ക് തോന്നുന്നുണ്ടോ അത് വെറും ഒരു ചീപ്പായിട്ടുള്ളൊരു പുരുഷനും സ്ത്രീയും ഇവിടെയുള്ള ഒരു ചീപ്പായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു സ്നേഹബന്ധം പോലെയാണെന്നുള്ളത്? അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിഡ്ഢികളാണ്, അല്ലെങ്കിൽ പരമവിഡ്ഢികളാണെന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ ലെവലിലുള്ളതല്ല, നമ്മുടെ ചിന്തയ്ക്ക് അതീതമാണ് എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ടത്. നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ കഴിഞ്ഞു, അവിടെ അത് ക്ലോസ് ചെയ്യാം. അതേപോലെ ഇപ്പോൾ ശിലറൂപ ഗോസ്വാമി ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, അതേപോലെ ശുഗദേവ് ഗോസ്വാമിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ. ശുഗദേവ് ഗോസ്വാമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശുഗദേവ് ഗോസ്വാമി ആരാണ്? വ്യാസദേവൻ്റെ പുത്രൻ. ശുഗദേവ് ഗോസ്വാമിയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. 16 വയസ്സ് വരെ അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് അദ്ദേഹം പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം ഉടുപ്പ് പോലും ഇടാതെയാണ് നടന്നു പോകുന്നത്. ഈ കഥ നമ്മൾ കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ആ സമയത്ത് അവിടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹം അതീന്ദ്രിയാവസ്ഥയിലാണ് നടന്നു പോകുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്നത് എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹത്തിന് ആ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുന്നു. ആ സമയത്ത് കുറച്ച് സ്ത്രീകൾ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ശുഗദേവ് ഗോസ്വാമി കണ്ടപ്പോൾ മറച്ചില്ല എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ അതിനുള്ള റീസൺ അവിടെ എഴുതിയിട്ടുണ്ട്. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ആചാര്യന്മാർ പറയുന്നു, കാര്യം ഇദ്ദേഹം വിരക്ത ചൂടാമണിയാണ് ശുഗദേവ് ഗോസ്വാമി. ശുഗദേവ് ഗോസ്വാമിയുടെ ഉള്ളിൽ ഒരു ചിന്തയും ഇല്ല. അവിടെ സ്ത്രീയും പുരുഷനെ പോലും വേർതിരിച്ച് കാണുന്നില്ല. അത്രയും അതീന്ദ്രിയ തലത്തിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ വരുന്നതേയല്ല. അദ്ദേഹം അതീന്ദ്രിയ തലത്തിലാണ് പൂർണ്ണമായിട്ടും. അത് ഈ സ്ത്രീകൾക്ക് മനസ്സിലായി സാധാരണ ഒരു വ്യക്തിയല്ല അത്. അതുകൊണ്ട് അവർ മറച്ചില്ല. നേരെ മറിച്ച് വ്യാസദേവൻ വന്നപ്പോൾ അവർ തുണിയെല്ലാം എടുത്ത് മറയ്ക്കുന്നു. എന്നിട്ട് പറയുന്നു വ്യാസദേവൻ അവിടെ
ശിലപ്രഭാത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വ്യാസദേവൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്നതായതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവർ അത് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതാണ് ശുകദേവ് ഗോസ്വാമിയുടെ അവസ്ഥ. അങ്ങനെ വസ്ത്രമൊന്നും ധരിക്കാതെ അദ്ദേഹം നടക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കാട്ടിലൂടെ പല സ്ഥലങ്ങളിലും കടന്നുപോയി. പിന്നീട് ഭാഗവതം വ്യാസദേവൻ്റെ ശിഷ്യരിൽ നിന്ന് ബർഹാപീഠം നടപരവപ്പു ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ശ്ലോകവും കംവാദയാലും ശരണം വ്രജമേ ഭഗവാന്റെ ദയ അല്ലെങ്കിൽ കാരുണ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ശ്ലോകവും ഒക്കെ കേട്ടപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭക്തിയോഗത്തിലേക്ക് മാറി. പിന്നീട് അച്ഛൻ്റെ അടുത്ത് നിന്ന് ഭാഗവതം പഠിച്ച് പിന്നെ അദ്ദേഹം കൂടുതൽ അതെല്ലാം കേട്ട് പിന്നെ അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് അവിടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം കേൾക്കേണ്ട സമയമാവുന്നത്. അവിടേക്കാണ് ഇദ്ദേഹം കടന്നു വരുന്നത്, ശില ശുകദേവ് ഗോസ്വാമി. ഒന്ന് ആലോചിച്ച് നോക്കണം. ശില ശുകദേവ് ഗോസ്വാമി അവിടെ വരുമ്പോൾ 16 വയസ്സ് അദ്ദേഹത്തിന് കൗപീനം പോലും ഇല്ലാത്ത അവസ്ഥ. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ കല്ലെടുത്തെറിയുന്നു. ഇദ്ദേഹത്തെ കണ്ടിട്ട് ആളുകൾ ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ആളുകൾക്ക് മനസ്സിലായില്ല. പിന്നീട് പക്ഷേ അദ്ദേഹം നേരെ വന്ന് അവിടെ ഗംഗാതീരമെന്ന് ഭാഗവതം പറയുന്നു. ഗംഗ എന്നുള്ള വാക്ക് പക്ഷേ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, ശില ജീവഗോസ്വാമി പറയുന്നത് ഗംഗയല്ല യമുനയാണ്, യമുന തീരത്തിരുന്നാണ് ഭാഗവതം പറഞ്ഞത് എന്നുള്ളത്. ഗംഗയാണെങ്കിലും യമുനയാണെങ്കിലും വ്യത്യാസവുമില്ല, അതിനെല്ലാം സോഴ്സ് ഭഗവാനാണ്. രണ്ടും പുണ്യനദികളാണ്, രണ്ടും നമുക്ക് ഒന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അവിടെ ഇരുന്ന് യമുനാ തീരത്തിരുന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? വ്യാസദേവനുണ്ട്, അച്ഛനുണ്ട്, വ്യാസദേവൻ്റെ ഗുരുവുണ്ട്, നാരദമുനിയുണ്ട്, നാരദമുനിയുടെ ഗുരുവുണ്ട്, പിന്നെ അതേപോലെ തന്നെ വശിഷ്ഠ ഋഷി, വിശ്വാമിത്ര ഋഷി, നമ്മുടെ ആരാണ്, പരശുരാമൻ, ഒരുപാട് അതായത് ലോകത്തിൽ ഉള്ള അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിലുള്ള എല്ലാ യോഗ്യരും എല്ലാ ഋഷിവര്യന്മാരും എല്ലാ സാധുജനങ്ങളും അവിടെ കൂടി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ചെറുപ്പം ശില ശുകദേവ് ഗോസ്വാമി, 16 വയസ്സ്. അതും അദ്ദേഹത്തിൻ്റെ വേഷവും ധാരണയും ഒക്കെ കാണുമ്പോൾ ആളുകൾക്ക് എന്താണെന്നും തോന്നില്ല, മനസ്സിലാവില്ല. ആ വ്യക്തി വ്യാസാസനത്തിലിരുന്ന് ഭാഗവതം പറഞ്ഞു കൊടുക്കാൻ നേരത്ത് എല്ലാവരും ഒരേപോലെ പറഞ്ഞു ശുകദേവ് ഗോസ്വാമിക്കാണ് ഇതിനുള്ള യോഗ്യത. അവിടെ നാരദമുനി ഉണ്ടായിരുന്നു, നാരദമുനിയുടെ ഗുരു ഉണ്ടായിരുന്നു. അവർക്ക് ഭാഗവതം എന്താ അറിയാത്ത കാര്യമാണോ? വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നത് നാരദമുനിയാണ്, വ്യാസദേവനിൽ നിന്ന് ശുകദേവ് ഗോസ്വാമി കേൾക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു അതിനുള്ള യോഗ്യത ശുകദേവ് ഗോസ്വാമിക്കാണെന്ന്. അപ്പോൾ അവിടെ പ്രായം വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ വേഷം വിഷയമല്ല, അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീന്ദ്രിയ തലത്തിലായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരുടെ പോലെയേ ആയിരുന്നില്ല, അത്രയും സ്പെഷ്യലായിരുന്നു. അതുകൊണ്ട് താങ്കൾ തന്നെയാണ് യോഗ്യൻ എന്ന് പറഞ്ഞു എല്ലാവരും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ശില ശുകദേവ് ഗോസ്വാമി ഭാഗവതം പറഞ്ഞു തുടങ്ങി. അങ്ങനെ പ്രഥമ സ്കന്ധത്തിൽ നിന്ന് ദശമ സ്കന്ധത്തിലേക്ക് പോയി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, വിരക്ത ചൂടാമണിയാണ് ആര്? ശുകദേവ് ഗോസ്വാമിയും. ആ വിരക്ത ചൂടാമണിയായിട്ടുള്ള ശുകദേവ് ഗോസ്വാമി രാസപഞ്ചാധ്യായി വരുമ്പോൾ, ഇവിടെ ദശമസ്കന്ധത്തിൽ വരുമ്പോൾ അദ്ദേഹം എന്താ, സാധാരണ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം പോലെയുള്ള ഒരു കാര്യമാണെങ്കിൽ അദ്ദേഹം ഇതൊക്കെ രാസലീല വർണ്ണിക്കുകയോടെ ഇല്ല. ഓക്കെ, ഇനി അഥവാ അദ്ദേഹം വർണ്ണിച്ചു. ഓക്കെ, അത് കൂടെയിരിക്കുന്ന വ്യാസദേവനും നാരദമുനിയും അദ്ദേഹത്തിൻ്റെ ഗുരുവും പരശുരാമൻ ഇവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അവരെല്ലാവരും കൈയടിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗവതം നരേഷനിൽ. ഒറ്റ സ്വരത്തിൽ അവർ ശ്രദ്ധയോടെ കേൾക്കുമായിരുന്നു. അവരെല്ലാവരും അംഗീകരിച്ചു. എന്താ, അപ്പോൾ ആരെങ്കിലും സാധാരണക്കാരാണോ? അല്ല. അപ്പോൾ ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ അംഗീകരിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് 100% അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. അത് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 5 മിനിറ്റ്, ലാസ്റ്റ് 5 മിനിറ്റിൽ പറഞ്ഞത് ഇതെല്ലാം അതീന്ദ്രിയ തലത്തിലുള്ളതാണ്. ഒരു കാരണവശാലും നമ്മുടെ ഭൗതിക തലത്തിലുള്ള ഒന്നുമായിട്ട് നമുക്കൊരു കമ്പാരിസൺ ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അപരാധമാണ്. ഇവർ ഇത്രയും വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. അത് പോട്ടെ, ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞു, ശുകദേവ് ഗോസ്വാമിയെക്കുറിച്ച് പറഞ്ഞു,
രൂപഗോസ്വാമി ഷഡ്ഗോസ്വാമിമാരെ കുറിച്ച് പറഞ്ഞു. എല്ലാവരും വിരക്ത ചൂടാമണികളാണ്. പക്ഷെ അവർ ഇതെല്ലാം എഴുതുമ്പോൾ അത് വേറെ അത് അതീന്ദ്രിയ തലത്തിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഇതൊക്കെ പോട്ടെ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ നമുക്കറിയാം, അദ്ദേഹം സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലെ ഫോളോ ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ടുള്ള വേറെ സന്യാസി ഉണ്ടാവില്ല. അദ്ദേഹം സന്യാസം എടുത്തതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം. ഒരു സ്ത്രീയെ പോലും അദ്ദേഹം ഒരു കിലോമീറ്റർ അകലെ പോലും കാണില്ല, ഉണ്ടെങ്കിൽ വരരുതെന്ന് പറയും. അവിടെ അടുത്ത് പോലും പോവില്ല. അങ്ങനെയുള്ളൊരു സന്യാസിയായിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള സന്യാസിയായിരുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു. ആ ശ്രീ ചൈതന്യ മഹാപ്രഭു ഇതേപോലുള്ള ശ്ലോകങ്ങൾ ശില സ്വരൂപ് ദാമോദർ ഗോസ്വാമിയും രാമാനന്ദറായും വർണ്ണിക്കുമ്പോൾ അത് അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവും? ഒന്നുമില്ല. സോ എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാലും ദർ ഈസ് സീറോ മെറ്റീരിയൽ കണ്ടാമിനേഷൻ, അല്ലെങ്കിൽ ഭൗതിക തലത്തിലുള്ള ഒന്നും ഒരു സ്പർശനം പോലുമില്ല, ഒരു ടച്ച് പോലുമില്ല, ഒരു ടിഞ്ച് പോലുമില്ല. സോ അതുകൊണ്ട് നമ്മൾ അടിവരയിട്ട് ഉറപ്പിക്കുക, ഇതെല്ലാം അതിൻ്റെ തലം നമ്മുടെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പാരിസണും അങ്ങനെയുള്ള ചിന്തകളും ഒരിക്കലും നമ്മൾ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കത് വായിക്കാറായിട്ടില്ല എന്നാണ്. അപ്പോൾ അതാണ് പറഞ്ഞു വന്ന കാര്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യുവാനുള്ള യോഗ്യത എനിക്കുമില്ല, കേൾക്കുവാനുള്ള യോഗ്യത ഒരുപക്ഷെ നിങ്ങൾക്കും ഉണ്ടാവും. പക്ഷെ പറയാനുള്ള യോഗ്യത എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രൂപഗോസ്വാമിയും ശില സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെയും ഭാവം എന്താണെന്നും അതെന്താണെന്ന് അവർ പറയുന്നു. അപ്പോൾ അത് നമ്മൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അടുത്ത ശ്ലോകം. ഹരിർ ഏഷന ചേത് അവാതരിഷ്യൻ മധുരയാ മധുരാക്ഷി രാധികാ ച അഭവിഷ്യാതിയമൃതാ വിസൃഷ്ടിർ മകരാങ്കസ്തു വിശേഷതസ്തദാത്ര. ഹരേ കൃഷ്ണ. ഹരിരേഷനാചേത് അവാദാരിഷ്യൻ മധുരാശിരാധികാജ അപവിശിദിയം വൃതാ വിസൃഷ്ടിർ മകരാംഗാസ്തു വിശേഷതസ്തദാത്ര. വിവർത്തനമേന്റെ ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അല്ലയോ പൗർണമാസി, ശ്രീഹരി ശ്രീമതി രാധാറാണിയോടൊപ്പം മധുരയിൽ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ സമഗ്ര സൃഷ്ടിയും പ്രത്യേകിച്ചും കാമദേവനും പ്രയോജനരഹിതമാകുമായിരുന്നു. ഈ ശ്ലോകം ശ്രീല രൂപഗോസ്വാമിയുടെ വിദഗ്ധ മാധവത്തിൽ വൃന്ദാദേവിയിൽ പറയപ്പെട്ടതാണ്. ശ്രീകൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ ഇവിടെ പൗർണമാസിയോട് പറയുന്നു. ആരാണ് പറയുന്നത്? വൃന്ദാദേവി, തുളസി ദേവി, വൃന്ദാദേവി പറയുന്നതാണ്. അതായത് ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ അവർ ലീലയുമായിട്ട് മധുരയിൽ അവർ ആവിർഭവിച്ച് ഉണ്ടായിരുന്നില്ലെങ്കിൽ കാമദേവൻ അതായത് കാമദേവന് എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്ന കാമം എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് കാമദേവൻ എന്ന് പറഞ്ഞൊരു ദേവനുണ്ട്, നമുക്കറിയാം അല്ലേ? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്? അത് ഈ ഒരു സ്നേഹം, കാമം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ അതിൻ്റെ അധിഷ്ഠാത്രി ദേവനാണ് അദ്ദേഹം അല്ലേ? നമുക്കറിയാം ഓരോ കാര്യങ്ങളുടെ പുറകിലും ഒരു ദേവനുണ്ടോ എന്നുള്ളത്. സൂര്യൻ്റെ പുറകിൽ സൂര്യദേവൻ, ചന്ദ്രൻ്റെ പുറകിൽ ചന്ദ്രദേവൻ, അതേപോലെ കാമദേവൻ ഉണ്ട്. അപ്പോൾ ഈ കാമദേവൻ സൗന്ദര്യം ഭയങ്കര സൗന്ദര്യമാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ആകർഷണം തോന്നും. കാര്യം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും അതാണ്, അതുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഡ്യൂട്ടിയാണ് അല്ലേ? അപ്പോൾ പറയുന്നു എല്ലാ കാമദേവന്മാരുടെ, അതായത് ആ ഒരു കാമദേവന് ഈ എന്താണ് അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ, അദ്ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുരുഷനും സ്ത്രീക്കും
അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒരു സ്നേഹം എന്താണെന്ന് അദ്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള വെർഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള തലത്തിലുള്ളത് എന്തെങ്കിലും അദ്ദേഹം കണ്ടാലല്ലേ അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ ആ അതീന്ദ്രിയ തലത്തിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും റിലേഷൻ. അപ്പോൾ കൃഷ്ണനും രാധയും ഇവിടെ വന്ന് അവർ അതീന്ദ്രിയ തലത്തിൽ, അവിടെ കാമദേവന് റോളൊന്നുമില്ല, അവിടെ ഭഗവാൻ തന്നെയാണ് കാമദേവൻ. അതായത് ആധ്യാത്മിക ലോകത്തിൽ കാമദേവൻ എന്ന് വിളിക്കും. ആരെ വിളിക്കുന്നത്? ഭഗവാൻ കൃഷ്ണനെ തന്നെ. കൃഷ്ണൻ്റെ വേറൊരു പേരാണ് ശരിക്കും, വേറൊരു പേര് ഉണ്ട് അദ്ദേഹത്തിന് കാമദേവ് എന്ന് വിളിക്കും. അതിൽ ഭാഗവതത്തിൽ തന്നെ ഒരു ശ്ലോകമുണ്ട്, ജയതി ജയതി ദേവോ ദേവ ജയതി ജനനിവാസോ ദേവകീ ജന്മവാദോ യദുവര പരിഷത്സ്വൈർ ദോർഭിരസ്യന്ന ധർമ്മം സ്ഥിരചരവൃജിനഗ്നാ സുഷ്മിതാ ശ്രീമുഖേന വ്രജപുരവനിതാനാം വർദ്ധയൻ കാമദേവം. അവിടെ വ്രജപുര വനിത, വൃന്ദാവനത്തിലെ വ്രജഗോപികമാരുടെ ഹൃദയത്തിലുള്ള ആ അതീന്ദ്രിയ തലത്തിലുള്ള സ്നേഹം, കാമം എന്ന് ഉള്ള വാക്കും വളരെ സ്പെഷ്യലാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന കാമമല്ല അതീന്ദ്രിയ തലത്തിലുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലുള്ള കാമം. ഡെഫിനേഷൻ വ്യത്യാസമുണ്ട്, അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആ ശ്ലോകത്തിൽ കൃഷ്ണനെ കാമദേവനായിട്ട് പറയുന്നു. എന്നാൽ അതാണ് അപ്പോൾ ആധ്യാത്മിക ലോകത്തിൽ ഭഗവാൻ കൃഷ്ണനാണ് അദ്ദേഹം. അവിടെ ഈ ദേവൻ, നമ്മുടെ ഇവിടെയുള്ള ഡെമിഗോഡ് കാമദേവന് റോളില്ല. കാര്യം ഒരു ഡെമിഗോഡ് അല്ലെങ്കിൽ ഒരു ദേവന്മാർക്ക് അവിടേക്ക് എൻട്രി ഇല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇവിടെയാണ് ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഇവരൊക്കെ ഉള്ളത്. അവിടെ ഭഗവാൻ നേരിട്ടാണ് അവിടെയുള്ളത്. അപ്പോൾ ഇവിടെയുള്ള കാമദേവന് എന്തെങ്കിലും എന്തെങ്കിലും കാണണ്ടേ? അദ്ദേഹത്തിന് അറിയില്ലല്ലോ ഇതെന്താന്ന് സംഭവം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കൃഷ്ണനും രാധയും ഇവിടെ അവതരിച്ച സമയത്ത് ആ അതീന്ദ്രിയ തലത്തിലുള്ള ആ ഒരു പ്രേമം അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അതേപോലെ ഇവിടെ ഭൗതിക ലോകത്തിൽ പക്ഷെ അതേപോലെ ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നു ഇതെല്ലാം. കാമദേവൻ്റെ ഡ്യൂട്ടിയിൽ വരുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അദ്ദേഹം കൃഷ്ണൻ രാധയും വന്നില്ലായിരുന്നെങ്കിൽ കാമദേവന് ഒന്നും അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഒന്നും ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം വെറും അതായത് അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതായി പോയനെ എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതൊക്കെ വിദഗ്ധ മാധവത്തിൽ പറയുന്നതാണ് ശില രൂപഗോസ്വാമി. ഹൈ ലെവൽ കാര്യങ്ങളാണ്, അതിന് പല അർത്ഥങ്ങളും ഉണ്ടാവും. സോ നമുക്ക് അറിയാത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൈകടത്തുന്നില്ല. കുറച്ചും കൂടെ ശ്ലോകം നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ഏയ് മാത പൂർവീ കൃഷ്ണ രസേ രസാദന യദ്യാപി കരീല രസ നിർയസ ചർവണ തഥാപി നഹി ന വഞ്ചിത പൂരണ താഹ ആസ്വാദിതേ യദി കരീല യതന. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഏയ് മത പൂർവേ കൃഷ്ണ രസേ രസദന യദ്യപി കരീല രസ നിർയാസ ചർവണ തഥാപി നഹി ലതിന വഞ്ചിത പൂരണ തഹ ആസ്വാദിതേ യദി കരീല യതന. വിവർത്തനം by His Divine Grace അഭിശരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാ രസങ്ങളുടെയും ധാമമായ ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പ് പ്രേമരസങ്ങളുടെ സത്ത ഇപ്രകാരം ചർവണം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുന്ന് 3 അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവ ആസ്വദിക്കുന്നതിന് അവിടുന്ന് ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് സാധിച്ചിരുന്നില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ കൃഷ്ണൻ എല്ലാ തരത്തിലുള്ള രസങ്ങളും, നേരത്തെ പറഞ്ഞു വാത്സല്യരസം പറഞ്ഞു, സഖ്യരസവും മാധുര്യരസവും അല്ലേ, ഈ 3 രസങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ശ്ലോകങ്ങൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതെല്ലാം ഭഗവാൻ കൃഷ്ണൻ ആസ്വദിക്കുന്നുണ്ട്. എന്നാലും അദ്ദേഹത്തിന് 3 കാര്യങ്ങൾ അറിയാതെയുണ്ട്. 3 ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന് അപ്പോഴും ഉണ്ട്. അത് ഇതുവരെ പൂർണ്ണമായിട്ടില്ല.
അത് മനസ്സിലാക്കുവാനാണ് പിന്നീട് അദ്ദേഹം മഹാപ്രഭുവായിട്ട് വരുന്നത്. ആ മൂന്ന് ആഗ്രഹങ്ങളെ സബലീകരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ആക്ച്വലി തഹര പ്രഥമ വാഞ്ച കരിയെ വ്യാഖ്യാന കൃഷ്ണ കഹെ ആമി ഹായി രസേര നിധാന. ഹരേ കൃഷ്ണ പ്രഭു. തൻഹര പ്രഥമ വാഞ്ച കരിയെ വ്യാഖ്യാന കൃഷ്ണ കഹെ ആമി ഹൈ രസേര നിദാന. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. അവിടുന്നിന്റെ ആദ്യത്തെ ആഗ്രഹം ഞാൻ വിശദീകരിക്കാം. കൃഷ്ണൻ പറയുന്നു, എല്ലാ രസങ്ങളുടെയും ആദി കാരണം ഞാനാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വായിച്ചത് 121. ഓക്കെ, ഇവിടെ പറയുന്നു ശിലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി, അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ്റെ ആദ്യത്തെ ആഗ്രഹം, 3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അത് സബലീകരിക്കാനാണ് മഹാപ്രഭുവായിട്ട് കൃഷ്ണൻ വീണ്ടും വരുന്നത്, അല്ലേ, രാധാഭാവത്തിൽ. അപ്പോൾ ആ 3 ഡിസയർ അല്ലെങ്കിൽ 3 ആഗ്രഹങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ 3 ആഗ്രഹങ്ങളിലെ ആദ്യത്തെ ആഗ്രഹത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുന്നു, എല്ലാ രസങ്ങളുടെയും കാരണം ഞാനാണ് എന്നുള്ളത്. എല്ലാ രസങ്ങളുടെയും ആ ഒരു നിധാന, അതിൻ്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണെന്ന് കൃഷ്ണൻ പറയുന്നു. പൂർണ്ണാനന്ദമയ ആമി ചിന്മയ പൂർണ്ണതത്വ രാധികാര പ്രേമ അമകരയ ഉന്മത്ത. ഹരേ കൃഷ്ണ. പൂർണ്ണാനന്ദമയ ആമി ചിന്മയ പൂർണ്ണതത്വ രാധികാര പ്രേമേ അമകരയ ഉന്മത്ത. വിവർത്തനം ശ്രീല പ്രഭാത് കി ജയ്. പരമസത്യമായ ഞാൻ പൂർണ്ണാനന്ദമയനാണ്, പക്ഷേ റാണിയുടെ പ്രേമം എന്നെ ഉന്മത്തനാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ പറയുന്നു, എല്ലാ ആധ്യാത്മിക സത്യവും എനിക്കറിയാം, എല്ലാം ഞാൻ ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ ശ്രീമതി രാധാറാണിയുടെ ആ സ്നേഹം എന്നെ ഭ്രാന്തനാക്കുന്നു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാവാത്തത് ശ്രീമതി രാധാറാണിയുടെ ഭാവവും രാധാറാണിയുടെ സ്നേഹവും പ്രേമവും ഇദ്ദേഹത്തിന് ഉന്മത്തനാക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണനെ ഭ്രാന്തനാക്കുന്നു, അല്ലെങ്കിൽ കൃഷ്ണന് എന്താണെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. അതാണ് നാ ജാനി രാധാര പ്രേമേ ആചേ കതബല യേ ബലെ അമരെ കരേ സർവദാ വിഹ്വല. ഹരേ കൃഷ്ണ പ്രഭുജി പ്രണാമം. നാ ജാനി രാധാര പ്രേമേ ആചേ കതബല യേ ബലെ അമരെ കരേ സർവദാ വിഹ്വല. വിവർത്തനം പ്രഭുപാദ് കി ജയ്. എന്നെ എപ്പോഴും വിഹ്വലനാക്കുന്ന രാധയുടെ പ്രേമത്തിന്റെ ശക്തി എനിക്ക് അറിയില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണൻ പറയുന്നു, രാധയുടെ ആ സ്നേഹത്തിൻ്റെ പ്രേമത്തിൻ്റെ ശക്തി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എപ്പോഴും എന്നെ വിഹ്വല, ഞാൻ ആകെ കൺഫ്യൂസായി പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത്രമാത്രം സ്നേഹം ഉണ്ട് രാധയ്ക്ക്, പക്ഷേ അതെന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നത്. അടുത്ത 2 ശ്ലോകങ്ങൾ വളരെ മനോഹരമാണ്. ഇതിവിടെ ചർച്ച ചെയ്യാൻ സമയമുണ്ടോ എന്ന് ഞാൻ നോക്കുവാണ്. ആക്ച്വലി കൃഷ്ണനും രാധയും തമ്മിലുള്ള കോൺവെർസേഷൻ വൃന്ദാദേവി പറയുന്ന ഒരു സെക്ഷനാണ് ഇത്. 6:87. ഓക്കെ, 10 മിനിറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നോക്കാം. ഓക്കെ. രാധികാര പ്രേമ ഗുരു ആമി ശിഷ്യ നಟ സദാ ആമ നാനാ നൃത്യേ നാചായേ ഉദ്ഭാಟ. ഹരേ കൃഷ്ണ പ്രഭു. രാധികാര പ്രേമ ഗുരു അമി ശിഷ്യ നಟ
സദാ ആമാനാന നൃത്തേന ചായ ഉദ്ഭട. വിവർത്തനം ശ്രീലപ്രപാദനാണ്. ശ്രീലപ്രപാദ് വിജയ്. രാധികയുടെ പ്രേമമാണ് എന്റെ ഗുരു. ഞാനോ അവളുടെ വിദ്യാർത്ഥിയും. അവളുടെ പ്രേമം എന്നെ കൊണ്ട് നാനാവിധ നൂതന നൃത്തങ്ങൾ ചെയ്യിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണൻ പറയുവാണ് രാധാറാണിയുടെ പ്രേമമാണ് എൻ്റെ ടീച്ചർ, അല്ലെങ്കിൽ എൻ്റെ ഗുരു. രാധാറാണിയാണ് ഗുരുവായിട്ട് കാണുന്നത് കൃഷ്ണൻ. എന്നിട്ട് പറയുന്നു ഞാൻ ആ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണ്, ശിഷ്യനാണ്. ആ രാധയുടെ പ്രേമം എന്നെ സാദാ ആമ നാനാ നൃത്തേ നാചായ ഉദ്ഭത, എന്നെ നൃത്തം കളിപ്പിക്കുന്നു, നൃത്യം കളിപ്പിക്കുന്നു, അതായത് എന്നെ ഡാൻസ് കളിപ്പിക്കുന്നു. രാധാറാണിയുടെ ആ സ്നേഹം എന്നെ പലതരത്തിലും എന്നെ ഉന്മാദത്തിലാക്കി. ഞാനത് രാധയാണ് പ്രേമത്തിൻ്റെ ടീച്ചർ എൻ്റെ. അപ്പോൾ രാധയുടെ പ്രേമം അനുസരിച്ച് ഞാൻ ഡാൻസ് കളിക്കുകയാണെന്ന്. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രാധാറാണിയുടെ പ്രേമത്തിൻ്റെ അധീനതയിൽ വരുന്നു കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, സർവകാരണങ്ങളുടെയും കാരണം. എല്ലാം ആസ്വദിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണൻ, പക്ഷേ എല്ലാം അറിയുന്ന വ്യക്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. എന്നാൽ ഇവിടെ അദ്ദേഹം പറയുന്നു, ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ, അഹം സർവസ്യ പ്രഭവ മതഃ സർവം പ്രവർത്തതേ, അല്ലേ? ഈ ഭൗതിക ലോകവും ആധ്യാത്മലോകവും ഒക്കെ എൻ്റെ സൃഷ്ടിയാണ്, എന്നിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ജനന്തയ മയി സർവം ഇതം പ്രോക്തം സൂത്രമണിഗണൈവ. അദ്ദേഹം പറയുന്നു മതഃ പരതരം നാന്യത്, ഞാനാണ് എല്ലാത്തിൻ്റെയും അസ്തിത്വം. ഒരു മുത്തുമാലയിലെ ആ നടുക്കുള്ള ആ ഒരു നൂല് പോലെയാണ് ഞാൻ. ആ മുത്തുകളെല്ലാം മാലയുടെ രൂപത്തിലിരിക്കുന്നത് ആ നൂലുള്ളത് കൊണ്ടാണ്. നൂല് ഇല്ലെങ്കിൽ അതെല്ലാം വേർപെട്ടു പോകും. അതേപോലെ എന്നിൽ ഇരിക്കുന്നു എല്ലാം, എന്നെ പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എല്ലാം, എല്ലാത്തിൻ്റെ അസ്തിത്വം ഞാനാണെന്ന് പറയുന്ന ആ ഭഗവാനാണ് ഇവിടെ പറയുന്നത് രാധയാണ് എൻ്റെ ഗുരു, രാധിക പ്രേമഗുരു. എൻ്റെ പ്രേമഗുരുവാണ് രാധിക. ആമി ശിഷ്യ, ഞാൻ ശിഷ്യനാണ്. അതാണ് കൃഷ്ണൻ്റെ അവസ്ഥ. ഇനിയുള്ള ശ്ലോകം വൃന്ദാദേവി, നമ്മുടെ തുളസീദേവി. വൃന്ദാദേവി എന്നാണ് ആധ്യാത്മിക ലോകത്തിലെ തുളസീദേവിയുടെ പേര്. വൃന്ദാദേവിയാണ്, നമുക്കറിയാം, പൗർണമാസി ദേവി, വൃന്ദാദേവി, രണ്ട് പേരുണ്ട്. പൗർണമാസി ദേവിയാണ് നമ്മുടെ മധുമകളുടെ അച്ഛൻ്റെ അമ്മ, സാന്ദീപനി മുനിയുടെ അമ്മയാണ് പൗർണമാസി ദേവി. പൗർണമാസി ദേവി അവിടെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് പൗർണമാസി ദേവിക്ക്. ഇവിടെ വൃന്ദാവനത്തിൽ അവിടുത്തെ ലീലകളൊക്കെ, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം പൗർണമാസി ദേവിയുടെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്. കൂടെ വൃന്ദാദേവിയുണ്ട്. വൃന്ദാദേവിയും പൗർണമാസി ദേവിയും കൂടിയിട്ടാണ് എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നത്. അതിൽ പറയുന്നു ആചാര്യന്മാർ, വൃന്ദാദേവിയാണ് കൃഷ്ണൻ്റെ മാധുര്യ ലീലകളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ സഖ്യരസത്തിലുള്ള ലീലകളും വാത്സല്യരസത്തിലുള്ള ലീലകളും അതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പൗർണമാസി ദേവിയാണ്. വൃന്ദാദേവി സഖിയായതുകൊണ്ട്, ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത സഖിയായതുകൊണ്ട് മാധുര്യരസത്തിലുള്ള ലീലകളൊക്കെ, രാധാകൃഷ്ണ ലീലകളൊക്കെ ഒരുക്കുന്നതും അതിനുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നത് വൃന്ദാദേവിയാണ്. വൃന്ദാദേവിക്ക് ഒരുപാട് തത്തകളുണ്ട്. വൃന്ദാദേവി എന്താ ചെയ്യുക വെച്ചാൽ, കൃഷ്ണനും രാധയ്ക്കും വേണ്ടിയിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ കുഞ്ചങ്ങളിൽ കൊണ്ടുപോകും, പുതിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും, പുതിയ രീതിയിലുള്ള ഡെക്കറേഷൻസും പുഷ്പങ്ങളും ഉപയോഗിച്ച്, മാലകളും ഉപയോഗിച്ചുള്ള ഡെക്കറേഷൻ ചെയ്യും. ഓരോ ദിവസം ഓരോ നിറത്തിലുള്ള പുഷ്പം, അവിടെ ഓരോ ഷേപ്പിലുള്ള കുഞ്ച് ഉണ്ടാക്കും. എല്ലാം വെറൈറ്റി, ഓരോ ദിവസവും സ്പെഷ്യലായിരിക്കും. ഒരു ദിവസം ഉണ്ടായിരുന്ന സ്ഥലത്ത് അടുത്ത ദിവസം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന വൃന്ദാദേവിയാണ്. അപ്പോൾ വൃന്ദാദേവിക്കുള്ള
ഒരുപാട് ശിഷ്യരുണ്ട്, തത്ത ശിഷ്യർ. തത്തമാരെ വിടും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നിട്ട് ഇപ്പോൾ അവിടെ രാധ എവിടെയാണ്, കൃഷ്ണൻ എവിടെയാണ്, അവരെ എവിടെയാണെന്ന് സ്പോട്ട് ചെയ്യുന്നു. പിന്നെ ഇവരെ വിട്ടിട്ട് ഏറ്റവും നല്ല സ്ഥലം കണ്ടുപിടിക്കുന്നു. പിന്നെ അവരെ വിട്ടിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നു. പിന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും തത്തകളെ വിടുന്നു. ആ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൃഷ്ണനെയും രാധയെയും അറിയിക്കാനും സഖ്യമാരെ അറിയിക്കാനും അങ്ങനെ അവരെല്ലാവരും വരുന്നു. അപ്പോൾ വൃന്ദാദേവിയാണ് പറയുന്നു. വൃന്ദാദേവിനെ നമുക്ക് വേണമെങ്കിൽ ഈ മാധുര്യ ലീലയുടെ ഡയറക്ടറായിട്ട് പറയാം. നമ്മൾ പറയില്ലേ സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ എല്ലാ ടെക്നിക്കൽ കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള മെയിൻ ബ്രെയിൻ ആരുടെ ആയിരിക്കും? ഡയറക്ടറിൻ്റെ ആയിരിക്കും. അതേപോലെ വൃന്ദാവനത്തിലെ മാധുര്യ ലീലകളുടെ ഡയറക്ടറാണ് വൃന്ദാദേവി. വൃന്ദാദേവി കൃഷ്ണനുമായിട്ട് കൃഷ്ണൻ്റെ അത്രയും അടുപ്പമുള്ളതാണ്. കൃഷ്ണൻ നമുക്കറിയാം, തുളസി ദേവിയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷൻ എത്രമാത്രം കൃഷ്ണന് ഇഷ്ടമാണെന്നുള്ളത്. അപ്പോൾ ആ വൃന്ദാദേവിയാണ് അവിടെ പാസ്റ്റ് ടൈംസ് എല്ലാം അറേഞ്ച് ചെയ്യുന്നത് വൃന്ദാവനത്തിൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഇത് ഗോവിന്ദ ലീലാമൃത എന്ന് പറയുന്ന പുസ്തകത്തിൽ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നെ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന ശ്ലോകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കിത് എല്ലാവർക്കും കൂടെ വായിക്കാം. വളരെ മനോഹരമാണ്. ഇന്ന് കുറച്ച് നേരം എക്സ്ട്രാ നമ്മുടെ ക്ലാസ് എടുക്കും, ബിക്കോസ് ഇതും കൂടെ കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സോ വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകം. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ, നമുക്കറിയാം കൃഷ്ണനും രാധയും തമ്മിൽ എപ്പോഴും അവർ സ്നേഹത്തിലിരിക്കും, ചില സമയത്ത് തല്ലുകൂടും, സൗന്ദര്യപ്പണക്കം ഉണ്ടാവും. അപ്പോൾ സൗന്ദര്യപ്പണക്കം വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഭാവത്തെ മാൻ എന്ന് പറയും. മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർ പിണങ്ങിയിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും രാധാറാണി പിണങ്ങിയിരിക്കുന്ന സമയം. എന്തെങ്കിലും കൃഷ്ണൻ പറയുമ്പോൾ അത് രാധാറാണി തെറ്റായിട്ട് ധരിക്കും. ഉദാഹരണത്തിന് തെറ്റായിട്ട് ധരിക്കുമല്ല, അത് ലീലയുടെ ഭാഗമാണ്. ഉദാഹരണത്തിന് ചിലപ്പോൾ കൃഷ്ണൻ അടുത്ത് വന്ന് വളരെ സ്നേഹത്തോടു കൂടി രാധാറാണിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കും. രാധയോട് പറയും, ഓ ഇന്ന് നിന്നെ കാണാൻ എന്തൊരു ഭംഗിയാണ്, ഒരു സൗന്ദര്യമാണ്, പൂർണ്ണ ചന്ദ്രനെ പോലെ ഉണ്ട് നിന്നെ ഇന്ന് കാണാൻ എന്ന് പറയും. അപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടെന്ന് കൃഷ്ണൻ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ആരെ വർണ്ണിക്കുകയാണ് അല്ലെങ്കിൽ സ്തുതിക്കുകയാണ്? രാധയുടെ സൗന്ദര്യത്തെ സ്തുതിക്കുകയാണ്. പക്ഷേ ഇത് കേട്ടപാടെ രാധാറാണി അത്രയും നേരം സന്തോഷത്തിലിരിക്കുമായിരിക്കും, ബാക്കിയുള്ള വർണ്ണനയൊക്കെ ഇഷ്ടമായി. പക്ഷേ ചന്ദ്രനായിട്ട് വർണ്ണിച്ചപ്പോൾ, പൂർണ്ണ ചന്ദ്രനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ രാധാറാണി മുഖം താഴ്ത്തി, മിണ്ടാതെയായി. കൃഷ്ണൻ ചോദിച്ചു, ഞാൻ നിന്റെ സൗന്ദര്യത്തെ ഞാൻ വർണ്ണിച്ചതല്ലേ, നീ എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാണ്? എന്നോട് മിണ്ടണ്ട. ചന്ദ്രനായിട്ട് എന്നെ കമ്പയർ ചെയ്തു, എൻ്റെ മുഖത്തെ. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? നല്ല ഭംഗിയല്ലേ ചന്ദ്രനെ കാണാൻ? ഓ, വീണ്ടും നിങ്ങൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചന്ദ്രനായിട്ട് എന്നെ എൻ്റെ മുഖത്തെ കമ്പയർ ചെയ്തു. സോ എനിക്ക് ഒന്നും എന്നോട് ഇനി സംസാരിക്കേണ്ട. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, ചന്ദ്രൻ എന്താണ് കുഴപ്പം? നമ്മളെപ്പോഴും ആ ചന്ദ്രൻ്റെ സൗന്ദര്യത്തെ എപ്പോഴും വർണ്ണിക്കുന്നതല്ലേ? ഈവൻ നമ്മൾ കവികളൊക്കെ വർണ്ണിക്കുന്നതാണ് ചന്ദ്രനെ പോലുള്ള, അല്ലെങ്കിൽ താമര പോലെ ചന്ദ്രനെ പോലെ എന്നൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു വർണ്ണനയല്ലേ? രാധാറാണി വീണ്ടും പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോട് സംസാരിക്കണ്ട. അപ്പോൾ കൃഷ്ണൻ ചോദിക്കും, എന്താണ് കാരണം? അപ്പോൾ രാധാറാണി പറയും, ചന്ദ്രൻ ഓക്കെ കാണാനൊക്കെ ഭംഗിയാണ്, പക്ഷേ ചന്ദ്രനിൽ ഒരുപാട് കുഴികളുണ്ട് അല്ലേ? ശരിയല്ലേ? നമ്മൾ ചന്ദ്രനിൽ നോക്കുമ്പോൾ ഒരുപാട് പല ഷേപ്പുകളിലുള്ള കുഴികളുള്ള പോലെ തോന്നും. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അർത്ഥം എൻ്റെ മുഖത്തും ഇതേപോലെ കുഴികളുണ്ടെന്നാണോ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ചന്ദ്രനെ പോലെ സൗന്ദര്യമുണ്ടെന്നാണ്, അല്ലാതെ ചന്ദ്രനുള്ള കുഴികളും പാടുകളും ഉള്ള പോലെ നിൻ്റെ മുഖത്ത് പാടും കുഴിയും ഉണ്ടെന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ രാധാറാണി പറഞ്ഞു, ശരി, എന്നാലും എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. അപ്പോൾ കൃഷ്ണൻ പിന്നെ പറഞ്ഞു, അപ്പോൾ അതൊരു കാരണമായിട്ട് രാധാറാണി പറഞ്ഞു. അതിനുശേഷം രാധാറാണി പറഞ്ഞു, അത് മാത്രമല്ല വേറെയും പ്രശ്നമുണ്ട് ചന്ദ്രന്. ചന്ദ്രൻ ചില സമയത്ത് പൂർണ്ണചന്ദ്രനായിരിക്കും, ചില സമയത്ത് അതിൻ്റെ
അതിൻ്റെ വലിപ്പം കുറഞ്ഞു 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 വരും, അവസാനം അമാവാസ്യത്തിലേക്ക് പോകും. അതേപോലെയാണോ എൻ്റെ സൗന്ദര്യം? ചില ദിവസങ്ങളിൽ എന്നെ കാണാൻ നല്ല ഭംഗിയാണ്, ബാക്കിയുള്ള എൻ്റെ സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം സൗന്ദര്യം ഇല്ലാത്തൊരു സ്ത്രീയായി മാറും. അപ്പോൾ നീ ഇങ്ങനെയാണോ എന്നെ കമ്പയർ ചെയ്യുന്നത്? അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദൈവമേ, ഞാൻ ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഞാൻ വളരെ നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത്, വളരെ നല്ല രീതിയിൽ ചന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്തതാണ്. പക്ഷെ നീ ഇങ്ങനെ തെറ്റായിട്ട് വിചാരിക്കുവാണ്. അവിടെയും തീർന്നില്ല. രാധാറാണി പറയും, അവിടെയും തീർന്നില്ല, ഇനിയും പറയാനുണ്ട്. ചന്ദ്ര എന്നുള്ള വാക്ക് കേൾക്കുന്നത് എനിക്ക് കലിയാണ്. എൻ്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ നീ ഓർക്കുന്നത് ചന്ദ്രാവലിയാണ് അല്ലേ? ചന്ദ്രാവലി രാധാറാണിയുടെ എതിർപക്ഷത്തിലുള്ള സഖിയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, ഭഗവാനെ, വിഷ്ണു, എന്നെ രക്ഷിക്കണേ, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പക്ഷെ നീ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ലീലകളും കോൺവെർസേഷൻസും ഒക്കെ. അപ്പോൾ ആ സമയത്ത് രാധാറാണി പറയും, എന്നോട് ഇനി ഇന്ന് സംസാരിക്കണ്ട, എന്നോട് ഞാൻ പിണക്കമാണ് എന്ന് പറഞ്ഞ് മിണ്ടാതെ ആ മാൻ എന്ന് പറയുന്ന ഭാവത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ കൃഷ്ണൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു രാധയോട്, എന്നോട് ക്ഷമിക്കണം, എന്നോട് വിരോധം തോന്നരുത്, എന്നോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് രാധാറാണി പോയി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. രാധാറാണി കൃഷ്ണന് കാണാനൊരു അവസരം പോലും കൊടുക്കുന്നില്ല. കൃഷ്ണനാണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ അവസാനം രാധാകുണ്ടിലെത്തി. അപ്പം രാധാകുണ്ടിലെത്തിയിട്ട് അദ്ദേഹം അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ഇവിടെ വൃന്ദാദേവി കണ്ടിട്ട് രാധാറാണിയോട് പറയുന്ന ഒരു സെക്ഷനാണ് ഇവിടെ രാധാറാണിയോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഇനി ഈ ഒരു ശ്ലോകത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ രാധയും വൃന്ദാദേവിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ശ്ലോകം നോക്കാം. പുസ്തകം ഉള്ളവർക്ക് നോക്കാം, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് ഒരു സെക്കൻഡ്. ഇന്ന് തിരക്കുള്ളവർക്കൊക്കെ എക്സിറ്റ് ചെയ്ത് പോവാം. നമ്മൾ ഈ ശ്ലോകം എന്തായാലും എടുത്ത സ്ഥിതിക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും വേറെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ പൊക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? കസ്മാത് വൃന്ദേ പ്രിയസഖി ഹരേ പാദമൂലാത് കുതസ്സോ കുണ്ടാരണ്യേ കിം ഇഹ കുരുതേ നൃത്യശിക്ഷാം ഗുരുകാ തം ത്വാം മൂർത്തി പ്രതിതരുലതാം ദിക്പിദിക്ഷു സ്ഫുരന്തി ശൈലൗ ശിവ ഭ്രമതി പരിതോ നർത്തയന്തി സ്വപശ്ചാത്. ഇവിടെ രാധാറാണി വൃന്ദാദേവിയോട് ചോദിക്കുവാണ്, ഓ കസ്മാത് വൃന്ദേ, ഓ പ്രിയപ്പെട്ട വൃന്ദാദേവി, പ്രിയസഖി, സുഹൃത്ത്, വളരെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള വൃന്ദേ, പ്രിയസഖി ഹരേ. പ്രിയസഖി ഹരേ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. വൃന്ദാദേവിനെ അഭിസംബോധന ചെയ്യുവാണ് ആര്? ഇവിടെ പ്രകീർത്തിക്കുന്നു രാധാറാണി പറയുവാണ്, പ്രിയസഖി ഹരേ, ഹരിയുടെ പ്രിയസഖിയാണ്. കസ്മാത് വൃന്ദേ പ്രിയസഖി ഹരേ പാദമൂലത് കുടസോ. എന്താണ് ചോദിക്കുന്നത്? എവിടെയാണ്, ഓ വൃന്ദേ ദേവി, നീ വരുന്നത് എവിടെ നിന്നാണ് എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് നീ വരുന്നതെന്ന് രാധാറാണി ചോദിക്കുകയാണ് വൃന്ദാദേവിയുടെ അടുത്ത്. അപ്പോൾ വൃന്ദാദേവി അതിനുള്ള ഉത്തരം പറയുവാണ് ഇവിടെ. കസ്മാത് വൃന്ദേ പ്രിയസഖി ഹരേ പാദമൂലാത് കുതസോ കുണ്ടാരണ്യേ കിം ഇഹ കുരുതേ നൃത്യശിക്ഷാം ഗുരുക. അപ്പോൾ അവിടെ വൃന്ദാദേവി ഉത്തരം പറയുവാണ്, ഞാൻ വരുന്നത് എവിടെ നിന്നാണ്? പാദമൂല കുതസോ, കൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഉത്തരം പറയുവാണ്. കസ്മാത് വന്ദേ പ്രിയസഖി ഹരേ, എവിടെ നിന്നാണ് നീ വരുന്നത്? കസ്മാത് എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്, നീ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ കസ്മാത് വൃന്ദേ പ്രിയസഖി ഹരേ, എവിടെ നിന്ന് നീ വരുന്നു എന്ന് രാധാറാണി ചോദിക്കുമ്പോൾ
വൃന്ദാദേവി പറയുന്നു പാദമൂലത് കുതവസോ, അതായത് കൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ നിന്ന് ഞാൻ വരുന്നു. ഓക്കെ, അത്രയും പറഞ്ഞു. അതിനുശേഷം അപ്പോൾ രാധാറാണി ചോദിക്കുവാണ് എവിടെയാണ് കൃഷ്ണൻ, ആ കൃഷ്ണൻ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കൃഷ്ണൻ്റെ അടുത്തു നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു, എന്നാൽ കൃഷ്ണൻ എവിടെയാണ് എന്ന് ചോദിക്കുകയാണ് രാധാറാണി. അപ്പോൾ അതിനുള്ള ഉത്തരം വൃന്ദാദേവി പറയുവാണ് കുണ്ടാരണ്യേ. എവിടെ നിന്നാണ് വരുന്നത്? രാധാകുണ്ടിൽ നിന്ന്. കുണ്ടാരണ്യേ കിം ഇഹ കുരുതേ. അപ്പോൾ രാധാകുണ്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ആര്? വൃന്ദാദേവി. അപ്പോൾ രാധാറാണി ചോദിക്കുന്നു കിം ഇഹ കുരുതേ, അവിടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? കിം ഇഹ കുരുതേ. അപ്പോൾ ഉത്തരമായിട്ട് വൃന്ദാദേവി പറയുന്നു നൃത്യശിക്ഷം. നൃത്യശിക്ഷാം നൃത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉത്തരം പറഞ്ഞു വൃന്ദാദേവി. അപ്പോൾ ഇത് ഇപ്പോൾ ഒന്ന് ഈ കോൺവെർസേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വൃന്ദാദേവി ചോദിക്കുന്നു കസ്മാത്, എവിടെ നിന്ന് നീ വരുന്നു? കസ്മാത് വൃന്ദേ പ്രിയ സഖിഹരെ. അപ്പോൾ ഉത്തരമായിട്ട് വൃന്ദാദേവി പറയുന്നു പാദമൂലവ കുതൗസോ, കൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ വൃന്ദാദേവിയോട് ചോദിച്ചു വീണ്ടും എവിടെയാണ് കൃഷ്ണൻ? എവിടെയാണ് കൃഷ്ണൻ? കൂട്ട എവിടെയാണ്? ഇവിടെ പറഞ്ഞത് പാദമൂലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. കുതസോ, എവിടെയാണ് കൃഷ്ണൻ? അപ്പോൾ ഉത്തരമായിട്ട് പറയുന്നു കുണ്ടാരണ്യേ, രാധാകുണ്ടിലുണ്ട്. അപ്പോൾ രാധാറാണി വീണ്ടും ചോദിക്കുന്നു കിം ഇഹ. കിം ഇഹ, അവിടെ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്? കിം ഇഹ കുരുത്തെ, അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഉത്തരം പറയുന്നു നൃത്യശിക്ഷാം, നൃത്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഉത്തരം പറഞ്ഞു. ആ സമയത്ത് രാധാറാണി ചോദിക്കുന്നു ഗുരു കാ, ആരാണ് ഡാൻസ് പഠിപ്പിക്കുന്ന ഗുരു? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഡാൻസ് കളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ രാധാറാണി ചോദിച്ചു ആരാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു, ആരാണ് മാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് രാധാറാണിയുടെ ഭാവം ഒന്ന് ഓർക്കണം. അത് രാധാറാണി ഓൾറെഡി മാൻ ഭാവത്തിലാണ് ഇരിക്കുന്നത്, മാനിലാണ് ഇരിക്കുന്നത്, പിണങ്ങിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ രാധാറാണി ചിന്തിക്കുകയാണ്, ഓഹോ ഞാനില്ലാതെ രാധാകുണ്ടിൽ പോയിട്ട് ഡാൻസ് കളിക്കുകയാണല്ലേ, ആരുടെ കൂടെയാണ് ഡാൻസ് കളിക്കുന്നത്? അതെനിക്കറിയണം. അതാണ് ചോദിക്കുന്നത് വൃന്ദാദേവിയുടെ. ആരുടെ കൂടെയാണ് ഡാൻസ് കളിക്കുന്നത്? രാധാകുണ്ടിൽ, ഞാനില്ലാതെ രാധാകുണ്ടിൽ പോയിട്ട് തനിയെ ഡാൻസ് കളിക്കുക. ഇവിടെ ഞാനുമായിട്ട് തല്ലുകൂടി പിണങ്ങിയിട്ട് അവിടെ പോയിട്ട് രാധാകുണ്ടിൽ ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ കൂടെ ഏത് സഖിയാണ് എന്നാണ് ഇൻഡയറക്റ്റ്ലി ചോദിക്കുന്നത്. അവിടെ ആരാണ് കൂടെ ഉള്ളത്? നൃത്തം കളിക്കുന്നത് ആരുടെ കൂടെയാണ്? അല്ലെങ്കിൽ ആരാണ് നൃത്തം പഠിപ്പിക്കുന്നത്? ഗുരുക്ക, ആരാണ് ഗുരു എന്നാണ് ചോദിക്കുന്നത് വൃന്ദാദേവിയോട്. അപ്പോൾ വൃന്ദാദേവി പറഞ്ഞു രാധേ, വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്ക് അറിയാമല്ലോ കൃഷ്ണനെ. നീ വിചാരിക്കുന്ന പോലെ അത്ര കുഴപ്പക്കാരനല്ല കൃഷ്ണൻ. ആള് ഇതേപോലെ പല ലീലകളും ചെയ്യുന്നുണ്ടെങ്കിലും നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ കൃഷ്ണന് ബാക്കി എല്ലാവരും. നിനക്കറിയാലോ ഞാൻ കൃഷ്ണൻ്റെ ശരണം പ്രാപിച്ച ഒരു ആളാണ്. അപ്പോൾ നമ്മുടെ രാധാറാണി പറയുന്നു അതെനിക്കറിയാം, എനിക്ക് നിന്നെ നല്ലോണം അറിയാം, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്നോട് സത്യം പറയണം. നീയൊരു സ്ത്രീയല്ലേ, അപ്പം നിനക്ക് എൻ്റെ വിഷമം മനസ്സിലാവും, അതുകൊണ്ട് സത്യം എന്നോട് പറയണം, ആരുടെ കൂടെയാണ് അവിടെ ഉള്ളത്, ആരാണ് അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൃന്ദാദേവി പറഞ്ഞു സമാധാനിക്ക്, വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ വേറെ ആരുമില്ല, നീ തന്നെയാണ് ഉള്ളത്. അപ്പോൾ രാധാറാണി ചോദിച്ചു ഞാൻ തന്നെയോ, ഞാനിവിടെയല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ അവിടെ ഉണ്ടാവും? അപ്പോൾ സത്യം പറയൂ വൃന്ദേ, നീ നുണ പറയുകയാണ് എന്നോട് എന്ന് പറഞ്ഞ് ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുകയാണ്. വൃന്ദാദേവി പറയും ഞാൻ ഉള്ള കാര്യം പറയാം, വിഷമിക്കേണ്ട കാര്യമില്ല, എന്തായാലും പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുവാണ് ഇവിടെ എന്താണ് പറയുന്നത്? തം ത്വാൻ മൂർത്തി പ്രതിതരുലതാം ദിഗ്വിദിക്ഷു സ്ഫുരന്തി
ശൈലൗ ശിവ ഭ്രമതി പരിതോ നർത്തയന്തി സ്വപശ്ചാത്. വൃന്ദാദേവി ഉത്തരം പറയുവാണ്, നീ തന്നെയാണ് കൃഷ്ണൻ്റെ ഡാൻസ് നൃത്യ ഗുരു. അപ്പോൾ രാധാറാണി ചോദിച്ചു, അതെങ്ങനെയാ അങ്ങനെ ഞാൻ എങ്ങനെയാവുന്നത്? നീ തന്നെയാണ് ഡാൻസ് അവന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വൃന്ദാദേവി പറയുവാണ്, നിനക്കറിയോ കൃഷ്ണൻ്റെ ആ ഒരു ഹൃദയത്തെ കുറിച്ച്? കൃഷ്ണൻ ഒരുപാട് നിങ്ങളുമായി തല്ലുകൂടി വിഷമമായിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ അവിടെ പോയി രാധാക്കുണ്ടിലിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ ചുറ്റും നോക്കുമ്പോൾ ഓരോ ലതകളിലും ഓരോ ചെടികളിലും ഓരോ മരങ്ങളിലും രാധയെ മാത്രമേ കാണുന്നുള്ളൂ കൃഷ്ണൻ. നിന്നെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഓരോ ലതകളും ഓരോ വള്ളിച്ചെടികളൊക്കെ കാണുമ്പോൾ അത് പല ഷേപ്പിലും പല രീതിയിലും ഉണ്ട്. അപ്പോൾ കാറ്റ് വരുമ്പോൾ ഇത് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് നീ അപ്പുറത്തും ഇപ്പുറത്തും ചുറ്റും ഇന്ന് ഡാൻസ് കളിക്കുന്നത് പോലെയാണ് കൃഷ്ണന് തോന്നുന്നത്. അപ്പോൾ നീ ഡാൻസ് കളിക്കുന്നതനുസരിച്ചിട്ട്, അതായത് ലതകൾ, ചെടികളും ലതകളും ഒക്കെ കാറ്റത്ത് ഡാൻസ് അനങ്ങുന്ന പോലെ, അത് ഡാൻസിൻ്റെ രൂപത്തിൽ അനങ്ങുന്ന പോലെ ഇപ്പോൾ കൃഷ്ണൻ കാണുന്നത് എല്ലാം രാധയാണ്. ചുറ്റും മുഴുവനും രാധ മാത്രം, രാധാറാണിയെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നിൻ്റെ ഇമേജ് അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു നിന്നെയാണ് എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ഓരോ ലതകളും ചെടികളും മരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റത്ത് ഒലയുന്ന സമയത്ത് നീ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതായിട്ടാണ് നമ്മുടെ കൃഷ്ണൻ കാണുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കൃഷ്ണൻ അത് കണ്ട് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്, ഡാൻസ് കളിക്കുകയാണ് ചെയ്യുന്നത് അവിടെ രാധാക്കുണ്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ രാധാറാണിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഓഹോ, പാവം എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ എന്നെ പിരിഞ്ഞിരിക്കുകയാണ്, ഉടനെ തന്നെ പോട്ടെ, വൃന്ദേ ഞാൻ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് പിന്നീട് രാധാറാണി അവിടെ പോയി കൃഷ്ണനെ കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയ സമയത്ത് രാധാറാണിയും ഒളിച്ചു നിന്ന് കാണുമ്പോൾ കൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്തനെ പോലെ ഓടുന്നുണ്ട്. ഓരോ ലതയും ഓരോ ചെടികളും ഓരോ മരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന അനുസരിച്ചിട്ട് കൃഷ്ണൻ അതിൻ്റെ പോലെ തന്നെ ഡാൻസ് കളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് രാധാറാണിയും വൃന്ദാദേവിയും ചിരിക്കുന്നു. അവർക്ക് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇത് കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് ഗോലോക വൃന്ദാവനത്തിലെ ലീലകൾ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ഈ ഒരു ശ്ലോകം വായിച്ച് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകം, കോൺവെർസേഷൻ വൃന്ദാദേവിയും രാധാറാണിയും തമ്മിലുള്ളത്. കസ്മാത് വൃന്ദേ പ്രിയ സഖി ഹരേ പാദമൂലാത് കുതൗസോ കുണ്ടാരണ്യേ കിമിഹ കുരുതേ നൃത്യശിക്ഷാം ഗുരുകാ തം ത്വാൻമൂർത്തി പ്രദിതരുലതാം ദിഗ്വിദിക്ഷു സ്ഫുരന്തി ശൈലൗ ശിവാ ഭ്രമതി പരിതോ നർത്തയന്തി സ്വപശ്ചാത്. ഹരേ കൃഷ്ണ. श्रील कृष्णदास कविराज गोस्वामी की जय, श्री चैतन्य चरितामृत की जय, जगत गुरु शिला प्रभुपाद की जय, निताय गौर हरि बोल. जय जय श्री राधे श्याम. ഈ ഒരു മനോഹരമായിട്ടുള്ള ശ്ലോകം ഗോവിന്ദ ലീലാമൃതത്തിൽ നിന്ന് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നെ എഴുതിയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഒരുപാട് മാധുര്യമുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ക്ഷമിക്കണം, കുറച്ച് സമയം ഇന്ന് എക്സ്ട്രാ കൂടുതലായി ക്ഷമിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം.